ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ വെഹിക്കിൾസ് ആണ്. നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഗ്രാമം ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങാനാണ് നമ്മളിന്ന് KTM എല്ലാം എടുത്ത് നമ്മൾ സെറ്റായേക്കുന്നത്. ഗ്രാമം ചുറ്റാൻ നമ്മൾ KTM പോകണം. നമ്മൾ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടി നമ്മൾ ഈ ആർമി ട്രക്കാണ്. എൻ്റെ കൂട്ടുകാരൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആർമി ട്രക്കിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്. ഇവിടെ ഭയങ്കര രാത്രി സമയങ്ങളിൽ ഈ KTM ഒക്കെ വെച്ചുകൊണ്ട് പോയാലുള്ള പണിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി പണിയാണ് ഗൈസ്. ഇവിടെ ഒന്നാമതേ പ്രേതശല്യമൊക്കെ ഉള്ളതെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഗൈസ്. എന്നാലും ഞാനാണെങ്കിൽ ഇന്ന് ഈ KTM ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് റൈഡ് ചെയ്യാൻ വന്നേക്കുവാണ്. റൈഡ് ചെയ്യുന്ന KTM നമ്മൾ നമ്മുടെ ആർമി ട്രക്കിലാണ്. ആർമി ട്രക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഒരു പവറല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ ആർമി ട്രക്ക് എടുക്കുമ്പോഴത്തേക്കും വലിയ സീനൊന്നും ഉണ്ടാവത്തില്ല. കുറച്ചുകൂടി വലിയ വണ്ടി ആയിക്കൊണ്ടേ ഗൈസ്. നമ്മളാണെങ്കിൽ ആ വണ്ടിക്കകത്ത് അകത്തങ്ങ് ഇരുന്നാൽ മതി. നമ്മൾ സേഫാണ് വണ്ടികളകത്ത്, ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ നമ്മുടെ ആർമി ട്രക്കും, പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആർമി ട്രക്ക്, പിന്നെ ഒരു പോത്തിനെയും ഈ ഫാമിംഗ് ട്രക്ക്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കർ ഉണ്ടല്ലോ, അതാണ് ഗൈസ് എൻ്റെ കയ്യിൽ പിന്നെ ഉള്ളത്. അപ്പോൾ ഗൈസ് ജീവനൊക്കെ എവിടെ നോക്കി പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ വണ്ടികൾ. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഗൈസ്, അവിടെ കുറേ വണ്ടികൾ അവിടെ ഇങ്ങനെ മേലെ കയറ്റി ഒതുക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ KTM നമുക്ക് അങ്ങോട്ട് ഒതുക്കിയിട്ട് വേണം നമുക്ക് ഈ വണ്ടികൾ, നമ്മൾ ആർമി ട്രക്ക് എടുത്തുകൊണ്ട് പോകാൻ ഗൈസ്. KTM കൂടി ഇരിക്കുമോ, തെന്നി പോകും. ബ്രേക്ക് പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഗൈസ്. കണ്ട തെന്നി പോകുന്നുണ്ടോ? തെന്നി പോകുന്നുണ്ടോ? അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറക്കിയെന്ന് വെച്ചാൽ അവിടെ. അപ്പോൾ ഗൈസ്, നമുക്കിനി ആർമി ട്രക്കിലോട്ടങ്ങ് എടുക്കാം. ഇതാണ് നമ്മുടെ വയർ ടാങ്കർ, ഇതാണ് നമ്മുടെ ആർമി ട്രക്ക്. അപ്പം ആർമി ട്രക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആർമി ട്രക്കിന് കണ്ടില്ലേ ഗൈസ്, ആ വണ്ടിയുടെ ഒരു പൊക്കവും ലുക്കും ഒക്കെ. അപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഇപ്പോൾ ആർമി ട്രക്ക് കേട്ടല്ലേ കൊണ്ടുവച്ചു ഗൈസ്. നമ്മൾ ആർമി ട്രക്കിൽ കയറണം. നമ്മൾ സ്റ്റിയറിങ് ആക്കാത്തതെന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ് കുറച്ച് വളയ്ക്കാൻ പാടാണ്. ആ കാര്യമൊക്കെ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റിയറിങ് എടുക്കാത്തത്. അത് എന്തായാലും ഇതിലേ കൂടി പോവാം. ഇവിടെ കൂടിയാണ് നമ്മളില്ലാതെ അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് എന്തുവാ, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ പോയിട്ട് ഇങ്ങനെ കറങ്ങാം. ആർമി ട്രക്കായതുകൊണ്ട് തന്നെയില്ല, എനിക്ക് വലിയ പേടിയൊന്നും ഇല്ല. പ്രേതം വന്നാലും ഭൂതം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് എനിക്കെന്തെങ്കിലും പേടിയെന്നറിയാതെ ഇവിടെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര പേടിയാണ്. ചില പ്രേതങ്ങൾ പറയുമ്പോൾ എനിക്കൊന്ന് സ്ഥലം ഇറങ്ങുന്നത്. എന്നാലും തിരിച്ച് വരാനുള്ള നമുക്കിനി അവിടെ വീടുണ്ടല്ലോ, ആ 4 വീടും എൻ്റെയാണ്, ഞങ്ങളുടെയാണ്. ആ വീട് 4 എൻ്റെയാണ്. അപ്പോൾ ആ വീട് 4 എൻ്റെയാണ്. പക്ഷെ ആ വീട്ടിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ വീട്ടിൽ ഞങ്ങൾ കുറേ നാളായി വിട്ടേക്കും. ആരുമൊന്നും വാടകയൊന്നും മേടിക്കത്തില്ല, വാടകയ്ക്ക് വീടൊന്നും മേടിക്കത്തില്ല. ഇപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ല, ഭയങ്കര ശല്യമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഈ പട്ടിയും വീട്ടുകാർക്കൊക്കെ ഭയങ്കര ശല്യമാണ്, പുറത്തുള്ള രാത്രി. അതുകൊണ്ടാണ് നമ്മൾ മാറി. ഇപ്പം നമ്മൾ സിറ്റി അടുത്ത് വീടെടുക്കാറുണ്ട്. വീടുള്ള ഒരു ബിൽഡിങ് ഒരു 2 കോടി രൂപ എൻ്റെ കയ്യിൽ എന്തായാലും ഉറപ്പായിട്ടും പോയത്. നമുക്കാണെങ്കിൽ ഇവിടാണ് നമ്മൾ പോകുന്നത്. ഈ മുള്ളിയെല്ലാം കയറിയ രാത്രി സമയം കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ അടുത്തായിട്ട് വേറൊരു വീടുണ്ട്. ആ വീട് നമ്മൾ കാണിക്കുന്നതായിരിക്കും, ഉറപ്പാണ്. നമ്മൾ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ എല്ലാ വീടും കയറി ചുറ്റി കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. ഇതൊക്കെ നമുക്ക് ഇതിലെ കൂടി തന്നെ അങ്ങ് തുടങ്ങാം. അയ്യോ ഇതാരി ഗൈസ്, ഇതാരി. അയ്യോ എനിക്ക് തല ഇറങ്ങുന്നു, എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ. കണ്ട നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളത് കാണുന്നില്ലേ ഗൈസ്? നിങ്ങളത് കാണുന്നില്ലേ? ഒരു പെണ്ണല്ലേ ആയിരിക്കുന്ന. ഇവിടെ ഇരിക്കുന്ന ശരിയല്ലെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം, പണി കിട്ടാൻ ചാൻസ് കൂടുതലാ. ഓടിക്കോ പാപ്പാനെ, ഓടിക്കോ. അയ്യോ എനിക്കെന്തോ പേടിയാണ്. പെട്ടെന്ന് പറത്തിവിട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു സ്ഥലം ശരിയല്ലെന്ന്. ഇതാണ് ഞാൻ ശരിയല്ലെന്ന് പറയാൻ മെയിനായിട്ടും കാരണം.
അത് ഇങ്ങോട്ടൊന്നും എനിക്ക് പേടിയാവും. എനിക്ക് പേടിച്ച് ഇനി ഞാൻ മിക്കവാറും പലയിറങ്ങി വീഴും ഗൈസ്. ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ സൈഡിൽ വല്ലതും ഒതുക്കാം. ഓട്ടിക്കാൻ വയ്യ എനിക്കിപ്പം അതിൻ്റെ ഓർമ്മയല്ലേ. പേടിയാവുന്നു. അയ്യോ ഇവിടെ വല്ലതും ഒതുക്കാൻ കഴിയും. ഇവിടെ നിർത്താം. വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഗൈസ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പോവാ പിന്നില്ല. വീണ്ടും ആ പെണ്ണ് അവിടെ തന്നെ. ആ പെണ്ണ് വീണ്ടും അവിടെ. എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ. അയ്യോ, അപ്പം അടുത്ത ദിവസമായിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇന്നലത്തെ കാര്യം തന്നെയാണ് എനിക്ക് ഓർമ്മ. ഞാൻ എങ്ങനെ ഈ സ്കോർപ്പിയോ വന്നല്ലേ രാത്രി സമയത്താണെങ്കിലേ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് അവനാണെങ്കിൽ അവൻ്റെ സ്കോർപ്പിയോ ആണ് ഗൈസ് ഇത്. അവനാണെങ്കിൽ ഈ കാറിൻ്റെ അകത്ത് ഇരുത്തി ഞാനും ഉറങ്ങിപ്പോയി കാറിൻ്റെ അകത്ത് ഇരുന്നു. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇറങ്ങി. നമുക്ക് എന്തായാലും ഇറങ്ങാം. ആ പ്രേതം ഇവിടെ വല്ലതും ഉണ്ടായിനി. അയ്യോ ഗൈസ്, ഇതിൻ്റെ പാർട്ട് 2 ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഇമാതിരി ഒന്നും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അയ്യോ, എനിക്കെന്തോ തല കറങ്ങുന്നു ഭയങ്കരമായിട്ട്. അയ്യോ ഗൈസ്, അയ്യോ ഇനി ഞാൻ രാത്രി കറങ്ങാൻ പോകത്തില്ലേ. ഞാനിനി വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിക്കോളാവേ. അയ്യോ, ഇനി ആ പ്രേതമൊന്നും ഇങ്ങോട്ട് വരരുത്. വന്നാൽ ഞാൻ വീണ്ടും തീരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പാർട്ട് 2 ഉറപ്പായിട്ടും വരും. ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളൊന്ന് പുകഴ്ത്തി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.